എം ലിജു ഒരു തൊഗാഡിയയുടെ നിലപാട് എന്നൊക്കെ എന്നാണ് ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ആ നിലയ്ക്കാണോ ഇതിനെ വിലയിരുത്തേണ്ടത്, അതോ അതിനുമപ്പുറത്ത് കൃത്യമായ അജണ്ട പ്ലാൻ ചെയ്തുകൊണ്ട് ആ തൊഗാഡിയ പറയുന്നത് എന്താണോ അതിനേക്കാളൊക്കെ കൃത്യമായി കേരളത്തെ വർഗീയമായി ചേരിതിരിക്കുന്നതിന് വേണ്ട അജണ്ട കൃത്യമായി കൈവശം വെച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കി വാർത്താ സമ്മേളനത്തിലും ഈ പൊതുസമ്മേളനത്തിലും അവതരിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. അതിനെ തൊഗാഡിയ എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? വർഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, വളരെ ഹീനമായ മനസ്സുള്ള ഒരു ദുഷ്ടബുദ്ധിക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിൽ ആ ദുഷ്ടബുദ്ധികളുടെ ഇപ്പൊ ഈ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെ ദുഷ്ടബുദ്ധികളെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒന്നാം സ്ഥാനം ശ്രീ വെള്ളാപ്പള്ളി നടേശന് കൊടുക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനി അദ്ദേഹം തൊഗാഡിയുമായിട്ടാണോ ബാൽ താക്കറെയുമായിട്ടാണോ മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അദ്ദേഹം ഒരു തൊഗാഡിയക്കപ്പുറത്ത് ബോംബെയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ആകമാനം വർഗീയ വിഷം അടിച്ചുവിടാൻ ശ്രമിച്ച താക്കറേക്ക് പഠിക്കുകയാണെന്നുള്ളതാണ് സത്യം. താക്കറയെ പോലെയാണ് അത്തരം ഒരു കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിന്റെ പ്രയോജനം തനിക്കും തന്റെ മകനും കുടുംബത്തിനും ലഭിക്കാം എന്നുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ ശ്രീ AL രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. അദ്ദേഹം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ രാധാകൃഷ്ണൻ ഒരു നല്ല മനുഷ്യനാണെന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷേ ഈ ദുഷ്ടബുദ്ധികളുമായിട്ടുള്ള സംസർഗം കൊണ്ട് നല്ല ആളുകൾ പോലും നശിച്ചു പോകുമെന്ന് പണ്ടുകാലം മുതൽ തന്നെ പറയപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും അതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളായി പറയാം. ഒന്ന്, ഇപ്പൊ ഹർഷൻ പറഞ്ഞു ഇവിടെ നൌഷാദിന്റെ കാര്യത്തിൽ ജോലി പ്രഖ്യാപിച്ചിട്ടില്ല, 10 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ കേട്ടനുസരിച്ചാണെങ്കിൽ ജോലിയുടെ കാര്യം മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അതല്ല, 10 ലക്ഷം കൊടുത്തു എന്നിരിക്കുക. എന്താണ് തെറ്റ്? കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കൽ ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ എത്ര പേരെ സഹായിച്ചു? ഉദാഹരണത്തിന് കയ്യില് ബോംബ് പൊട്ടി ആക്രി സാധനങ്ങൾ പിറക്കുന്നതിനിടയിൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി കൈ നഷ്ടപ്പെട്ട, കാഴ്ച നഷ്ടപ്പെട്ട അമാവാസി എന്ന കുട്ടി, ആ കുട്ടിയെ സംഗീത കോളേജിൽ പഠിപ്പിച്ച് ജോലി കൊടുത്തത് കേരള സർക്കാരാണ്. കൊല്ലത്ത് ട്രെയിൻ അപകടത്തിനിടയിൽ സഹപാഠികളെ രക്ഷിക്കുന്നതിനിടെ കാല് നഷ്ടപ്പെട്ട ലാവണ്യ എന്ന് പറയുന്ന കുട്ടി ജോലികൾ സഹായിച്ചത് ഗവൺമെന്റാണ്. കോട്ടയത്ത് തന്നെ ബോട്ടപകടം ഉണ്ടായപ്പോൾ അനവധി പേരെ രക്ഷാപ്രവർത്തനം നടത്തിയ വിനോദിന് ജോലി കൊടുത്തത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയം കളത്തിപ്പാറയിൽ ബസ് അപകടത്തിനിടയിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച ചെറുപ്പക്കാരന് ജോലി കൊടുത്ത ഗവൺമെന്റാ. അപ്പൊ അവിടെ മനുഷ്യത്വവും പരിഗണനയുമാണുള്ളത്, അവിടെ മതമില്ല. പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് എത്രയോ സ്കീമുകൾ ഇന്നത്തെ പത്രത്തിൽ തന്നെയാണ്. 150ഓളം തസ്തികകൾ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സൃഷ്ടിക്കുന്നതിന് ഓർഡറുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇങ്ങനെ താരതമ്യം ചെയ്യരുത് രാധാകൃഷ്ണേട്ടാ, ഇതൊന്നും ശരിയല്ല. ഒരു മനുഷ്യത്തിലെ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ജാതി ഏത്, അവരുടെ മതമേത്, ഭാഷയെന്നറിയാതെ ഓടയിൽ 2 മനുഷ്യർ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ രംഗത്തിറങ്ങി. അവൻ ആ ചെടിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവന്റെ ജാതി അന്വേഷിക്കുന്നവരെ പിശാചെന്നല്ല എന്താ വിളിക്കണ്ടേ? ഈ നടേശനെ പോലുള്ള പിശാചുക്കൾക്ക് കുടിച്ച വെള്ളം കൊടുക്കരുത് ഈ നാട്ടിൽ. എന്റെ അഭിപ്രായം അതാ. ഇവരെയൊന്നും വീട്ടിൽ കയറ്റരുത്, ഇവരൊന്നും പച്ചവെള്ളം കൊടുക്കരുത്. ഇങ്ങനെ മനുഷ്യത്വം നശിച്ചുപോയ ഡ്രാക്കുളമാരെ ഒറ്റപ്പെടുത്തണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇവരൊക്കെ ഈ നാടിന് ശാപമാണ്.